ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിന്റെ രണ്ട് ഇക്വേഷൻ ഫ്രീക്വൻസി FN1 ആൻഡ് FN2 രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അതായത് സ്പ്രിംഗ് മാസ് സിസ്റ്റം എസ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആൻഡ് മാസ് എം കിലോഗ്രാം. നാച്ചുറൽ ഫ്രീക്വൻസി FN1 ഈസ് ഈക്വൽ ടു 12 ഹെഡ്സ്. ഒരു 2 എക്സ്ട്രാ മാസ് ആഡ് ചെയ്യുകയാണെങ്കിൽ മാസ് ഒരു 10 M+2 ആഡ് ചെയ്യും. ഇത് എം ആണ്. ഇത് M+2 ആഡ് ചെയ്യുകയാണെങ്കിൽ ഫ്രീക്വൻസി എത്രയായിട്ട് മാറുമെന്ന് 2 ഹെഡ്സ് റെഡ്യൂസ് ആവും. അതായത് 12 - 2 എത്രയായിട്ട് 10 ഹെഡ്സ് ആയിട്ട് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതില് ഫ്രീക്വൻസി ആദ്യത്തെ ഫ്രീക്വൻസിയുടെ ഫോർമുല 1/2π √S/m ഇതാണ് ഫോർമുല. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ മാസ് എം സിസ്റ്റത്തിന്. ഓക്കെ, അതേപോലെ അപ്പൊ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 12 ഹെഡ്സ് ആണ്. സിമിലർലി ഫ്രീക്വൻസി അടുത്ത മാസ് M+2 ആണ് 1/2π √S/m+2 മാസ് 2 ആഡ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി എത്ര 10 ഹെഡ്സ് ആയിട്ട് മാറും. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ എസ്, അതായത് മാസും ഇതിൽ, അതായത് ആദ്യത്തെ ഇക്വേഷനിൽ നമ്മൾ ഫ്രീക്വൻസി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 എടുക്കാം. 1 എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തു, 12 സ്ക്വയർ എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5684.89 മാസ് എന്ന് കിട്ടും. അതായത് ഇതിന് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ 2π2 × 3.14 ഇട്ടു. അതേപോലെ സ്റ്റിഫ്നെസിന്റെ വാല്യൂ നമുക്കറിയത്തില്ല. സോ ഇതിൽ നിന്ന് നമ്മൾ സ്റ്റിഫ്നെസിന്റെ വാല്യൂ കണ്ടുപിടിക്കും. എങ്ങനെയാണ്? രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യും, ശരിയല്ലേ? FN1 സ്ക്വയർ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ 1/2π × √S/m വരെ S/m ആയിട്ട് മാറും റൂട്ട്. ഓക്കെ, അതായത് ദാറ്റ് ഈസ് എങ്ങനെ വരും? FN സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 സ്ക്വയർ ആണ്. അപ്പോൾ 144 എന്ന് വരും. 144 = 1/2π × S/m എന്ന് വരും. അപ്പൊ ഈ 2π × 144, അതായത് S = എന്താ പറയുക 144 × 2π × m എന്ന് വരും. അതാണ് അതിന്റെ വാല്യൂ ആണ് 5684.8 m എന്ന് പറയുന്നത്. സിമിലർലി FN ഇത് ഈ രണ്ടാമത്തെ FN2 അതേപോലെ ചെയ്യും. അതായത് FN12 സ്ക്വയർ = 1/2π × √S/m+2 എന്ന് വരും. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ 100 = 1/2π × S/m+2 എന്ന് വരും. അപ്പൊ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് S കിട്ടും. S നമുക്ക് കിട്ടുന്നത് 3947.84 M+2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടും. ഏതൊക്കെയാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ ഇത് ഈ ഇക്വേഷൻ S ഈ ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ ഈ ഇക്വേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് എസും എസും കൂടെ ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ S ക്യാൻസൽ ആയി പോകും. S/s 1 ആയി പോകും. അപ്പൊ അതിൽ നിന്ന് എമ്മിന്റെ വാല്യൂ കിട്ടും. കിട്ടൂലേ? സോൾവ് ചെയ്യുമ്പോൾ എമ്മും കിട്ടും എസും കിട്ടും. ഓക്കെ അല്ലേ? മനസ്സിലായോ?